ഹലോ ഡിയർ സ്റ്റുഡൻസ്, നിമക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP BCom സെക്കൻഡ് സെമസ്റ്റർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന രണ്ട് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പാസ്സാക്കേണ്ട രീതിയിൽ നിങ്ങൾ വീഡിയോസ് കാണുക. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതിയെങ്കിൽ നിങ്ങൾ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഉപാധിയാണിത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 70 മാർക്സ് ആണ്. തിയറി പ്ലസ് പ്രോബ്ലംസിന് ബോത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ഒരു ചാപ്റ്ററിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യും. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. സോ അത് പ്രകാരം വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു ആൻസറും പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഗിവൺ ബിലോ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓഫ് ക്ലീൻ ഡൽഹി ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് March 31, 2017. അപ്പോൾ 2007 ഒരു കമ്പനിയുടെ ഡൽഹിത്തെ ഒരു കമ്പനിയുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവരുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് പ്രോബ്ലം പഠിക്കുകയാണെങ്കിലും ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നത് പഠിക്കുകയാണെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് നോക്കുകയാണെങ്കിലും പെർഫോമ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫോർമാറ്റ് പെർഫോമിങ് പഠിച്ചു വെക്കണം. കാരണം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ റിസീപ്റ്റ്സുകൾ ഏതൊക്കെയാണ്, പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന പേയ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇൻകംസ് ഏതൊക്കെയാണ്, ദെൻ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ് നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, സോ നമുക്ക് റെസിപ്റ്റും പേയ്മെൻറ്റ്സ് ഒക്കെ നോക്കാം. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഔൺ, ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ബാലൻസ് ബ്രോഡ് ഔൺ ആണ് കൊടുത്തിരിക്കുന്നത്. 3200 ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എൻട്രൻസ് ഫീസ്, ഡൊണേഷന്, റെൻറ്റ് ഓഫ് ഹോള്, ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ അതിൻ്റെ എമൗണ്ടും ആ ഒരു എമൗണ്ട് കൊടുത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ്സ് ആണ്. പേയ്മെൻറ്റ്സിൽ സാലറി കൊടുത്തിട്ടുണ്ട്. സാലറി, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ടാക്സസ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, സൺട്രി എക്സ്പെൻസസ്, ബുക്സ് പർച്ചേസ്ഡ്, ഗവൺമെൻറ് ബോണ്ട് പർച്ചേസ്ഡ്, FD വിത്ത് ബാങ്ക്. ഓക്കെ, സോ ക്യാഷ് ഇൻ ബാങ്കിൻ്റെയും ക്യാഷ് അറ്റ് ബാങ്കിൻ്റെയും ഈ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. സോ ഇതിൽ നിന്ന് വേണം എന്തുണ്ടാക്കാൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പം നമ്മളൊന്നുമില്ല, ഈ തന്നിരിക്കുന്ന രണ്ടിലും സോർട്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് ഇൻകംസ് എന്നും ആൻഡ് അതേപോലെ തന്നെ ഏതൊക്കെയാണ് പേയ്മെൻറ്റ്സ് എന്നും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ തയ്യാറാക്കി. പിന്നെ നിങ്ങൾ രണ്ടും ഫോർമാറ്റ്സുകൾ മറക്കരുത്. ഫോർമാറ്റിന് ഒരു മാർക്ക് ഉണ്ട്. അപ്പം ഇൻകം സൈഡ് ഏതൊക്കെയാണ്, എക്സ്പെൻഡിച്ചർ സൈഡ് ഏതൊക്കെ നോക്കുക. ഓക്കെ, നമ്മൾ റെസിപ്റ്റ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് റെസിപ്റ്റ്സ് വരുന്നതെങ്കിൽ പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് സൈഡിലാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡിലും ഇൻകം വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇൻകം ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ റെസിപ്റ്റ് സൈഡ് നോക്കുക. റെസിപ്റ്റിൽ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ്. ഓക്കെ, ഡൊണേഷന്, ഹോളിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതൊക്കെ തന്നെ ഇൻകം ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇൻകത്തിൻ്റെ കോളത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം, സബ്സ്ക്രിപ്ഷന്, എൻട്രൻസ് ഫീസ്, ഡൊണേഷന്, റെൻറ്റ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻകം റെസിപ്റ്റ്സ്, അതായത് ഇൻകം ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഇൻകം ആണ്. നമ്മൾ ബാലൻസ് ബീഡിയും അതേ ബാക്കിയുള്ള പോർഷൻസ് എടുക്കാൻ വരുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ഇൻകംസ് ഒക്കെ, സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്, ഡൊണേഷൻ കിട്ടും, റെൻറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇവിടെ എടുക്കില്ല. അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ഇൻകത്തിൽ കാണിക്കാറില്ല അങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെൻഡിച്ചർ കോളത്തിൽ നിങ്ങൾ പേയ്മെൻറ്റ്സ് നോക്കുക. എക്സ്പെൻഡിച്ചർ സാലറി കൊടുത്തത്, റെൻറ്റ് കൊടുത്തത്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചറിൽ എഴുതി. ഓക്കെ, അപ്പോൾ സാലറി 1500, റെൻറ്റ് എഴുതി, ഇലക്ട്രിസിറ്റി എഴുതി, ടാക്സസ് എഴുതി, പ്രിൻറ്റിങ് സ്റ്റേഷനറി 380 എഴുതി,
എക്സ്പെൻസസുകൾ എഴുതിയൊക്കെ. പിന്നെ ഇത് പ്രകാരം ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ പലർക്കും എപ്പോഴും കൺഫ്യൂഷനാണ് ഈ ബാലൻസ് ബ്രോ ഡൗൺ, ക്യാരി ഡൗൺ ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതിവിടെ എടുക്കരുത്. നമ്മൾ എക്സ്പെൻഡിച്ചറും ഇൻകമാണ് നോക്കുന്നത്. അപ്പോൾ അത് മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്ന ഈ ഒരു ബാലൻസ് ക്രോ ഡൗൺ അല്ലെങ്കിൽ ക്യാരി ഡൗൺ എന്ന് പറയുന്നത് ഈ 2 കോളംസും ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ കോളത്തിൽ എല്ലാ എക്സ്പെൻഡിച്ചറും എഴുതി, ഇൻകത്തിൻ്റെ കോളത്തിൽ എല്ലാ ഇൻകം എഴുതി. ഓക്കെ, സോ നമ്മൾ ഏകദേശം എല്ലാതും എടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻകം പിന്നെ FD വിത്ത് ബാങ്ക് അതൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻഡിച്ചർ അല്ല. സോ അതൊന്നും നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വിചാരിക്കും എന്തുകൊണ്ട് ഇൻകം സൈഡിൽ എടുത്തോളാം. അപ്പോൾ നമ്മൾ ഇൻകത്തിലും എടുക്കില്ല, റെസിപ്റ്റൻറ്റ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ അത് ഓൾറെഡി പേയ്മെൻറ്റ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുക. രണ്ടും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഏത് സൈഡാണോ ഹൈ ആയിട്ടുള്ളത്, ഓക്കെ, ഏറ്റവും ഹൈ ആയി നിൽക്കുന്ന സൈഡ് ഏതാണോ ആ സൈഡിൽ നിന്ന് ഏറ്റവും ലെസ് നമ്മൾ കുറയ്ക്കും. അപ്പോൾ ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ നമുക്ക് എപ്പോഴും സർപ്ലസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ പല തിയറി ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്യുക. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും ആണെങ്കിൽ, ഓക്കെ, ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ നമുക്കത് സർപ്ലസ് ആയിരിക്കും. നേരെ മറിച്ച് എക്സ്പെൻഡിച്ചർ നമുക്ക് കുറേ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ദെൻ അതേപോലെ തന്നെ ഇൻകം എന്നുള്ളത് നമുക്ക് കുറവാണെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സർപ്ലസും ഡെഫിസിറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ടും കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ ടോട്ടൽ വരുന്നത് ഇൻകം സൈഡാണല്ലേ. ഓൾറെഡി നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത കാരണം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻകം സൈഡാണ്. സോ നമ്മൾ ഇൻകം സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരിക, അതായത് 22,500, 12,550, 2,500, 750. സോ നമുക്ക് 27,000 കിട്ടും. ആ 27,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യുക. എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള സാലറി, റെൻറ്റ്, ഇലക്ട്രിസിറ്റി ഒക്കെ മൈനസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സർപ്ലസ് എമൗണ്ട് കിട്ടും. ഓക്കെ, അതാണ് 18,200 ആണ് നമുക്ക് കിട്ടുന്ന സർപ്ലസ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എഴുതുക. ഓക്കെ, സോ ഇതാണ് ഏറ്റവും വളരെ മിനിമൽ ആയിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വെറും നമുക്ക് 5 മിനിറ്റിൽ പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കി വെക്കാൻ ഏകദേശം ബോത്ത് സൈഡ്സ് അറിഞ്ഞാലും മാർക്ക് കിട്ടും. പിന്നെ ഓരോ ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനും നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 6 മാർക്ക് നമുക്ക് അഷ്യൂർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 6 മാർക്ക് നിങ്ങൾക്ക് അവിടെ നിർബന്ധമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നോക്കാം. ഓക്കെ, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പഠിച്ചാൽ ഏകദേശം നമുക്കൊരു പാസ്സാകുന്നതിൽ ഒരു 20% പോർഷൻസ് നമ്മൾ കവർ ചെയ്തെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് ഗിവൺ ബിലോ പ്രിപ്പയർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ റെസിപ്റ്റ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമുക്ക് രണ്ട് സൈഡ് തന്നിട്ടുണ്ടല്ലേ. ഒരു സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, സബ്സ്ക്രിപ്ഷൻ, ഒരു സൈഡിൽ ഇൻകം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ടാക്സസ്, സാലറീസ്, വേജസ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ ഹോണോറിയം, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പ്രിൻറ്റിങ്, സ്റ്റേഷനറി, പെറ്റി ക്യാഷ് ബുക്ക്, ലൈഫ് ഇൻഷുറൻസ്, ലോക്കർ റെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ്. 2 സൈഡ് വരുന്നുണ്ട്, ഡെബിറ്റ് സൈഡും വരുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് എഴുതി, പേയ്മെൻറ്റ് സൈഡിൽ നമ്മൾ പേയ്മെൻറ്റ്സ് എഴുതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഇപ്പം നമ്മൾ മുന്നേ ഓൾറെഡി കൊടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഇതായിരുന്നു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിൻ്റെ ബേസ് മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് റെസിപ്റ്റ്, ഏതൊക്കെയാണ് പേയ്മെൻറ്റ്സ് നമുക്ക് ഓരോ കോളത്തേക്കും എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും എഴുതണം. ഓക്കെ, ബാലൻസ് ബ്രോ ഡൗൺ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ റെസിഡൻറ്റ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എടുക്കും, ക്യാഷ് അറ്റ് ബാങ്കും എടുക്കും. ദെൻ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഓൾറെഡി എടുക്കും. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ് ആണ്, സബ്സ്ക്രിപ്ഷൻ എടുക്കും, ഡൊണേഷൻ എടുക്കും. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷന്, ഡൊണേഷന്, എൻട്രൻസ് ഫീസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്താണ്,
എമൗണ്ട് ആയത് റെസിപ്റ്റ് ആയ കാരണം അത് എടുക്കും. ഓക്കെ, ലോക്കർ റെന്റ് നമുക്ക് കിട്ടുന്നതാണ്, ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജോ ടാക്സോ ഒന്നും നമ്മൾ എടുക്കില്ല. അത് നമുക്ക് കിട്ടുന്ന റെസിപ്റ്റ് അല്ല. ഓക്കെ, കിട്ടുന്ന റെസിപ്റ്റുകൾ മാത്രമാണ് നമ്മൾ എടുക്കുക. ക്യാഷ് ബാലൻസ് റോഡാണ്, സബ്സ്ക്രിപ്ഷന്, ഡൊണേഷന്, അതേപോലെ തന്നെ എൻട്രൻസ് ഫീ, ലോക്കർ റെന്റ്. ഇനി നമുക്ക് പേയ്മെന്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് പേയ്മെന്റ്സിൽ വരുന്നത്? നമ്മളിവിടെ പറഞ്ഞ ഇലക്ട്രിസിറ്റി ചാർജ് പേയ്മെന്റ് ആണ്, ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് പേയ്മെന്റ് ആണ്, ഓക്കെ, സാലറി വേജ് കൊടുക്കുന്നത് പേയ്മെന്റ് ആണ്. അതേപോലെ തന്നെ പ്രിന്റിങ് സ്റ്റേഷനറി നമ്മൾ അത് എഴുതും, ഹോണേറിയം എഴുതി, പെറ്റി ക്യാഷ് ബുക്ക്, ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്ന കാരണം നമുക്ക് ഇതൊക്കെ പേയ്മെന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ലോക്കർ റെന്റ് എടുക്കില്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി എവിടെ എടുത്തിട്ടുണ്ട് ലോക്കർ റെന്റ്, നമ്മൾ റെസീപ്റ്റിൽ എടുത്ത കാരണം നമുക്ക് കിട്ടുന്ന ഇൻകം ആണ്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ഓക്കെ, അത് ഇൻകം നമ്മൾ അടയ്ക്കുന്നത് എന്താ? അതൊക്കെ പേയ്മെന്റ്സ്. അത്രമാത്രം ആലോചിച്ചാൽ മതി, അത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും ടോട്ടൽ ചെയ്യുക. ഏതാണോ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ, അതിൽ നിന്ന് കുറവ് കുറയ്ക്കുക. അപ്പം നമുക്കിവിടെ റെസിപ്റ്റ് സൈഡാണ് കൂടുതൽ അല്ലേ, 450, 1600, 3940. ഇത് നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് റെസിപ്റ്റ് സൈഡാണ് കൂടുതൽ, 9590 കിട്ടും. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നും കുറയ്ക്കുക. പേയ്മെന്റ്സുകൾ കുറച്ച് നമുക്ക് നമ്മുടെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസിങ് ഫിഗർ 4500 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എക്സസോ അല്ലെങ്കിൽ നമ്മളിവിടെ സർപ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുതുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് നമ്മളത് എഴുതുക. ഓക്കെ, ഇവിടെ നമ്മൾ ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് എമൗണ്ടുകൾ നമ്മളിവിടെ എഴുതുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് അപ്പോൾ റെസിപ്റ്റൻറ്റ് പേയ്മെൻറ്റ്സിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 2 പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസിപ്റ്റൻറ്റ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും വെറും 10 മിനിറ്റുള്ള നമ്മൾ ചെയ്യാൻ പഠിച്ചത്. സോ പ്രോപ്പറായിട്ട് ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.